ഗോധ്രയിൽ ട്രെയിൻ ചുമ്മാ നിന്ന് കത്തുമായിരുന്നു. അതിന്റെ ഭാഗമായി നടന്ന ഗുജറാത്ത് കലാപം, അതിൽ ആയിരക്കണക്കിന് ജനങ്ങൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടക്കം ആയിരക്കണക്കിന് സാധാരണക്കാർ മരിച്ചതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? പൊള്ളുന്ന ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണല്ലേ എമ്പുരാൻ സിനിമ റിലീസ് ആയതിനു ശേഷം. അപ്പൊ എന്തിനാണ് നമ്മൾ ഇതിനെയൊക്കെ പറ്റി വെറുതെ ആലോചിച്ച് സമയം കളയുന്നത്? നിങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പോലെയുള്ള വലിയ വലിയ പരീക്ഷകൾ തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇതിനെയൊക്കെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ബിക്കോസ് നമുക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരും. ഓൾസോ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഏത് മനുഷ്യനും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഗോത്ര റയോട്ട്, അതിനുശേഷം സംഭവിച്ച ഗുജറാത്ത് കലാപം, മത ലഹള തന്നെയാണ് ഇത് രണ്ടും, അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള GK ചോദ്യങ്ങൾ, ഇനി വരാൻ സാധ്യത ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അതിനോടൊപ്പം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്കൊരു അവലോകനം നടത്തി നോക്കാം. സോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ബിക്കോസ് ഇപ്പൊ എന്റെ ക്ലാസ്സസ് ഇത്തരത്തിലുള്ളതാണ്, ഞങ്ങൾ എല്ലാ ബാച്ചിന്റെ ക്ലാസ് ഇത്തരത്തിലാണ്. ബിക്കോസ് കറണ്ട് അഫയേഴ്സിലെ ടോപ്പിക് നമ്മുടെ സ്റ്റാറ്റിക് സബ്ജക്റ്റിൽ വരും. ഇത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന മേഖലയിലെ ഒരു ഭാഗമാണിത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ ഒരു ഭാഗം തന്നെയാണത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇനി ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത അധികമാണ്. അതുകൊണ്ട് തന്നെ കട്ടൈ കുത്തിരുന്ന് പഠിക്കാം. ഇതിന്റെ സാമൂഹിക പശ്ചാത്തലം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മതവും രാഷ്ട്രീയവും ഇടകലർന്നു കഴിഞ്ഞാൽ അവിടെ പൊടിയുന്നത് ചൂട് ചോരയായിരിക്കും, നിരപരാധികളുടെ ചോരയായിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഗുജറാത്ത് ഇതിന്റെ ഒരു നട്ഷൽ എന്താണ് നമുക്കറിയാം. രാം ജന്മഭൂമി ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയ ഒരു ടോപ്പിക്കാണത്. അതിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഭാഗമായി കുറെ ആൾക്കാർ സബർമതി എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അവരൊരു മുസ്ലിം മെജോറിറ്റി ഏരിയയിൽ എത്തിയപ്പോൾ അവർ ട്രെയിൻ ആക്രമിക്കപ്പെടുന്നു. ട്രെയിൻ കത്തിക്കുന്നു, പല ബോഗികളും കത്തിക്കുന്നു, നിരപരാധികളായ ആൾക്കാർ അവിടെ മരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച പല തിയറീസ് ഉണ്ട്. ഈ ട്രെയിൻ എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണോ കത്തിയത്, അതോ മണ്ണെണ്ണ ഒഴിച്ച് പുറത്തുനിന്ന് കത്തിക്കണം, പല പല തിയറീസ് ഉണ്ട്, പല പല കമ്മീഷൻസ് ഉണ്ട്. അതിനൊക്കെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ്, ഇതിനെ ചൂടെ പിടിച്ചാണ് ഗുജറാത്ത് കലാപം നടക്കുന്നത്. ഗുജറാത്ത് കലാപത്തിന്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ധാരാളം സാധാരണക്കാരായ നിരപരാധികളായ മനുഷ്യരാണ് അവിടെ മരിച്ചു വീഴുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ സാമൂഹിക പശ്ചാത്തലം എന്താണ്? ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്. എഗൈൻ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ടെലിഗ്രാം ചാനൽ അംഗങ്ങളാവുക. ഈ PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ച് തന്നെ പഠിക്കാം. ഓക്കെ, ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ചരിത്രം പഠിക്കാം. കാര്യം വിവേകാനന്ദന്റെ ഈ കൊട്ടേഷൻ വളരെ പ്രധാനം അർഹിക്കുന്നതാണ്. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഫോർ അവർ ഓൺ മദർലാൻഡ് എ ജംഗ്ഷൻ ഓഫ് ടു ഗ്രേറ്റ് സിസ്റ്റം, ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം, ദാറ്റ് ഈസ് വേദാന്ത ബ്രെയിൻ ആൻഡ് ഇസ്ലാം ബോഡി ഈസ് ദ ഒൺലി ഹോപ്പ്. അതായത് ഹിന്ദുയിസവും ഇസ്ലാമും സംഗമിക്കുന്ന ആ ഒരു നിമിഷമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ യഥാർത്ഥ ഹോപ്പ് എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഫ്യൂച്ചർ ഉള്ളൂ എന്ന രീതിയിലാണ് വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്തുകൊണ്ടാ? ഹിന്ദു വേദാന്ത ബ്രെയിൻ ആൻഡ് ഇസ്ലാം ബോഡി, അതൊരു എന്താ പറയാ ഉപമയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കാര്യം ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്ത്യക്കാരെക്കാൾ നന്നായിട്ട് ബ്രിട്ടീഷുകാർക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ പണ്ട് മുതലേ വർഗീയതയുടെ വിത്തുകൾ ഇവിടെ ഇട്ട് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിൽ തെളിച്ചത്. ഒരു കാര്യം നിങ്ങൾക്കറിയോ? നമുക്കറിയാം, അക്ബർ ഒരു ഇസ്ലാമിക് റൂളർ ആയിരുന്നു. പക്ഷെ അക്ബർ രജപുത്രന്മാർ അല്ലെങ്കിൽ ഹിന്ദുക്കളുമായി വളരെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച ആളാണ് അക്ബർ. അതിനുശേഷം നടന്നത് 1850s മുതൽ സിപ്പാഹി ലഹള അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം, അത് തുടക്കമിട്ടത് മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ബ്രാഹ്മണനാണ്. ഹിന്ദുക്കളാണ് അത് ഏറ്റുപിടിച്ചത്. ഹിന്ദുക്കൾ അവരുടെ നേതാവായി അവരോധിച്ച ആരാ? ഒരു മുസൽമാനെയാണ്. ബഹദൂർ ഷാ ദ സെക്കൻഡ് എന്ന് പറയുന്ന മുഗൾ രാജാവിനെയാണ് അവർ ബ്രിട്ടീഷുകാരെ പുറത്താക്കി ഈ രാജാവിനെ പവർ കൊടുക്കാനാണ് അവർ ശ്രമിച്ചത്. സോ അന്നത്തെ ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ സ്ട്രെങ്ത് അത്രത്തോളമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഇത് വെടിപ്പിനറിയാം. അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ടെക്നിക്ക് തന്നെ ഇതാണ്, ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിൽ തെളിയിക്കുക. മറാത്ത യുദ്ധങ്ങളുടെ കാലഘട്ടം മുതൽ ഇതിന്റെ എസൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ചോദ്യം ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് എന്താ പറയാ പ്രസക്തി അർഹിക്കുന്നത്. ഐക്കിൻസൺ നമുക്കറിയാം. ആരാണ് ഐക്കിൻസൺ?
പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ, ലോർഡ് ഡഫ്രിന്റെ സമയത്ത് PSC പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവന്ന ആര്? അത് ഐക്കൺസൺ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്ഥിരം PSC UPSC പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഐക്കൺസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, ഇൻ ദിസ് ഇൻസ്റ്റൻസ് വി കുഡ് നോട്ട് പ്ലേ ഓഫ് മുഹമ്മദിയൻസ് അഗെയിൻസ്റ്റ് ഹിന്ദുസ്. അതായത് 1857 റിവോൾട്ടിൽ നമ്മൾ എന്താ കണ്ടത്? ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പടപെട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് പേടിച്ചുപോയി. ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് മുമ്പ് ഇത്രയും അവർ ഭീഷണി അനുഭവിച്ച ഒരു മേഖല വേറെ ഇല്ല. കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അത്രയും കിടന്ന് വിറച്ചത്. അതുകൊണ്ട് തന്നെ അടക്കീസ് പണ്ട് ഞങ്ങൾ ഇവരെ തമ്മിൽ തല്ലിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് അവരെ തമ്മിൽ തല്ലിക്കാൻ ഒത്തില്ല. ഇൻ ദിസ് ഇൻസ്റ്റൻസ് വി കുഡ് നോട്ട് പ്ലേ ഓഫ് മുഹമ്മദിയൻസ് അഗൈൻസ്റ്റ് ഹിന്ദുസ്. മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ തമ്മിൽ തല്ലിക്കാൻ ഒക്കാത്തത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് അത്രയും വലിയ ഒരു പോരാട്ടം നേരിടേണ്ടി വന്നത്. ഇവർ ഒരുമിച്ച് നിന്ന് ഇവിടെ എന്ത് സംഭവിക്കും? അവർക്ക് ഏത് ശക്തിയും തോൽപ്പിക്കാൻ സാധിക്കും. അപ്പൊ ബ്രിട്ടീഷുകാരാണ് അതിന് ശേഷം പയ്യെ 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 എന്ത് ചെയ്യുന്നുണ്ട്? വർഗീയതയുടെ വിത്തുകൾ കൂടുതൽ തീവ്രമായി ഇടുകയും ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ പല കാരണമാണ് മതത്തിന്റെ ദൈവത്തിന്റെ പേരിൽ തരത്തിലേക്ക് ചെയ്തത്. കാര്യം വിവേകാനന്ദൻ അറിയാം ഹിന്ദുയിസം ഇസ്ലാം ഈ രണ്ട് മതങ്ങളുടെയും ബേസിക് ഫിലോസഫീസ് ഒന്ന് തന്നെയാണ്. എന്താണ്? ഏകദൈവ വിശ്വാസമാണ് വേദാന്തത്തിൽ പറയുന്നത്, ഇസ്ലാമിലും പറയുന്ന ഏകദൈവ വിശ്വാസം തന്നെയാണ്. രണ്ട് മതത്തിന്റെ ഒറിജിനൽ ടീച്ചിങ്സിൽ വിഗ്രഹാരാധനയൊന്നും പറ്റി പറയുന്നില്ല. സോ വിവേകാനന്ദന് ഇതറിയാം, യൂണിവേഴ്സൽ ലവ് ആണ് രണ്ട് മതവും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ വിവേകാനന്ദൻ നോക്കുമ്പോൾ രണ്ട് മതങ്ങളുടെയും അടിസ്ഥാന പ്രമാണങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ ഇവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാരുടെ ഈ ഉടായ്പ കാരണം. അതിന് ഏറ്റവും മികച്ച എക്സാമ്പിൾ ആണ് മുഹമ്മദ് അലി ജിന്ന. PSC പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് അല്ലെ. ജിന്നയെ ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ അംബാസിഡർ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നുള്ളൊരു ചോദ്യമുണ്ട്. സരോജിനി നായിഡു. കാര്യം ജിന്ന രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചൊരു വ്യക്തിയാണ്. ഇതേ മനുഷ്യനാണ് പിന്നെ എന്തായത്? പാകിസ്ഥാന് പിതാവായത്. തുടക്കത്തിൽ ഇദ്ദേഹം ഒരു വർഗീയവാദി ആയിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇഞ്ചക്ട് ചെയ്ത വിഷം കുത്തിവെച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഹിന്ദു മുസ്ലിം യൂണിറ്റി വേണം എന്ന് പണ്ട് വാദിച്ച ഇതേ വ്യക്തിയാണ് പിന്നീട് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിൽ തെളിച്ച് പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. 2 നേഷൻ തിയറി ഒക്കെ ഇദ്ദേഹത്തിന്റെ ശക്തമായ ഇൻഫ്ലുവൻസ് നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഒരു മനുഷ്യനെ മാറ്റാൻ മതത്തിന് പറ്റും. അപ്പൊ ജിന്നയെ പോലെ ഒരു വ്യക്തിയെ മാറ്റാൻ മതത്തിന് പറ്റും, ഒരു സാധാരണക്കാരെ മാറ്റാൻ മതത്തിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റൊരു ചോദ്യം നമ്മളിവിടെ പഠിക്കുന്നത്. മനുഷ്യനെ മയക്കുന്ന കറപ്പാണ് മതം എന്ന് പറഞ്ഞു തരാം. കറുപ്പ് മീൻസ് ഓപ്പിയം, ലഹരി. കാറൽ മാർക്സ് ആണ് പ്രസക്തമായ ഒബ്സർവേഷൻ നടത്തിയത്. റിലീജിയൻ ഈസ് ദ ഓപ്പിയം ഓഫ് പീപ്പിൾ. നമുക്കറിയാം ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് ബുദ്ധിയും വിവരമൊന്നും കാണത്തില്ല, നമ്മൾ മറ്റെന്തിൻ്റെ ഇൻഫ്ലുവൻസിലായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യനെ മയക്കുന്ന ലഹരിയാണ്, കറുപ്പാണ്, ഓപ്പിയമാണ് മതം എന്നത് കാറൽ മാർക്സ് ആണ്. ഇത് തന്നെയാണ് ഗോത്ര കലാപത്തിലും ഗുജറാത്ത് കലാപത്തിലും നടന്നത്. ഈ ഒരു ഇഞ്ചക്ഷൻ, ആ ഒരു തീവ്ര മതവിശ്വാസത്തിന്റെ ഇഞ്ചക്ഷൻ ആൾക്കാരിലേക്ക് കുത്തിവെക്കുകയും അവരെ പരസ്പരം തമ്മിൽ തല്ലുകയും അതിന്റെ രാഷ്ട്രീയമായ മുതലെടുപ്പ് മറ്റാൾക്കാർക്ക് ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പൊ ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ ഈ ഇൻസിഡൻസിനെ നോക്കിക്കാണാൻ. ഇനി ഇവിടെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഗോത്ര കലാപത്തിൽ ട്രെയിൻ കത്തിക്കുന്നു, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഗുജറാത്ത് കലാപം. അപ്പൊ ഈ ട്രെയിൻ തന്നെത്താനം കത്തിയതാണോ അതോ കത്തിച്ചതാണോ? ഇതിനൊക്കെ പറ്റിയ വലിയ ചർച്ചകൾ തുടങ്ങിയിട്ട് കുറെ കാലഘട്ടമായി. ഇവിടെയാണ് നമ്മൾ പല കമ്മീഷൻസിനെ പറ്റി പഠിക്കേണ്ടത്. നമുക്കിത് പല പരീക്ഷകളും സിവിൽ സർവീസ് സെൻട്രൽ ലെവലിലൊക്കെ പല പരീക്ഷകളും വന്നിട്ടുള്ളതാണ്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൊടികെട്ടിയെടുക്കാം. ഇനി വരാൻ പോകുന്ന KS പോലുള്ള പരീക്ഷകൾക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്ന ഗോത്ര കലാപം, ഇതിനെപ്പറ്റി പഠിക്കാൻ ഏറ്റവും ആധികാരികമായിട്ട് വന്നൊരു കമ്മീഷനാണ് ജസ്റ്റിസ് നാനാവതി മേത്ത കമ്മീഷൻ 2002. ഈ ഒരു നാനാവതി കമ്മീഷൻ എന്ന് പറയാം, നാനാവതി കമ്മീഷൻ എന്ന് പറയാം, ഇത് പല പ്രാവശ്യം പല എക്സാംസ് വന്നിട്ടുള്ള കാര്യം. പണ്ട് സിഖ് കൂട്ടക്കൊല, അതായത് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷന് ശേഷം സിഖുകാരുടെ വംശഹത്യ നടത്താൻ കുറച്ചൊരു സെക്ഷൻ ഓഫ് ആൾക്കാർ തീരുമാനിക്കുന്നു. കുറെ സിഖുകാരെ കൊല്ലുന്നു. അപ്പൊ സിഖുകാർക്കെതിരെ നടന്ന ആ ഒരു കലാപത്തിനെ പറ്റി അന്വേഷിച്ചതും ഇതേ നാനാവതിയാണ്. ഇദ്ദേഹം 2021 മരിച്ചു വന്നത്. 21-22 അവിടെ വളരെ അടുത്ത കാലത്താണ് ജസ്റ്റിസ് നാനാവതി മരിച്ചത്. ഇദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. സോ സിഖ് കൂട്ടക്കൊലയെ പറ്റി അന്വേഷിച്ച അതേ നാനാവതി കമ്മീഷൻ തന്നെയാണ് എന്ത് ചെയ്തത്? ഗോത്ര റയോട്ടിനെ പറ്റി അന്വേഷിക്കാൻ തീരുമാനിച്ചത്. പിന്നീട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഗുജറാത്ത് കലാപത്തിന്റെ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും ഇദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുന്നത്. ഈ കമ്മീഷന്റെ കണ്ടെത്തലിൽ പറയുന്നൊരു കാര്യമുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗോത്രയിൽ ട്രെയിൻ പ്ലാൻഡ് എക്സിക്യൂഷൻ, ഗോത്രയിലെ ട്രെയിൻ കത്തിച്ചത് വളരെ പ്ലാൻഡ് ആയിട്ട്
കത്തിച്ചത് തന്നെയാണ് എന്നാണ് ജസ്റ്റിസ് നാനാവതി മേത്ത കമ്മീഷൻ പറയുന്നത്. ഗുജറാത്ത് കലാപത്തിൽ അദ്ദേഹത്തിന് പല പ്രസക്തമായ ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പൊ ഇതേ കമ്മീഷൻ തന്നെയാണ് ഈ പറഞ്ഞ 1984 ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷന് ശേഷം നടന്ന സിഖ് കൂട്ടക്കൊലയെ പറ്റി അന്വേഷിച്ചെന്ന് അറിഞ്ഞിരിക്കാം. പക്ഷെ ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് ബാനർജി കമ്മീഷൻ ഒബ്സർവേഷൻ. ബാനർജി കമ്മീഷൻ കാര്യം നാനാവതി കമ്മീഷന് ശേഷം നമ്മുടെ അതിനുശേഷം 2004 ആയപ്പോഴത്തേക്കും ലാലു പ്രസാദ് യാദവ് ആണ് റെയിൽവേ മിനിസ്റ്റർ ആവുന്നത്. നമുക്കറിയാം ഗോത്ര ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കത്തിച്ചൊരു കേസ് തന്നെയാണ്. അപ്പൊ റെയിൽവേയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. അല്ല, അത് കോമഡിയാണ്. ഈ ഒരു സമയത്ത് മറ്റൊരു ചോദ്യം, ഈ ഗോത്ര കലാപം നടക്കുന്ന സമയത്ത് റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നു? നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരാം. ആരായിരുന്നു റെയിൽവേ മിനിസ്റ്റർ? നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ, ബീഹാർ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അതേ നിതീഷ് കുമാർ തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റ് സബ്ജക്ട് ആണ്, അതൊരു കേന്ദ്രത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ ലാലു പ്രസാദ് യാദവ് 2004 ലാലു പ്രസാദ് യാദവിന് ഈ മിനിസ്റ്റർ കിട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ജസ്റ്റിസ് ബാനർജി കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. പക്ഷെ ഈ കമ്മീഷൻ ഒബ്സർവേഷൻ അനുസരിച്ച് ഇതൊരു പ്ലാൻഡ് എക്സിക്യൂഷൻ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഗോത്രയിൽ തീവണ്ടി കത്തിച്ചത് പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂഷൻ അല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കമ്മീഷന്റെ ലെജിറ്റിമസിയെ കോടതി ചോദ്യം ചെയ്തു. അതിന് കോടതി തന്നെ പറഞ്ഞത് ഈ കമ്മീഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ബിക്കോസ് ഓൾറെഡി കമ്മീഷൻ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുകളിൽ കൂടെ വേറൊരു കമ്മീഷൻ കേസ് അന്വേഷിക്കേണ്ടതുകൊണ്ട് ഇതിനെ കമ്മീഷൻ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. നാനാവതി കമ്മീഷൻ റിപ്പോർട്ടാണ് സുപ്രീം കോടതി പരിഗണിച്ചിട്ടുള്ളത്. ഓക്കെ. പക്ഷെ ബാനർജി കമ്മീഷൻ ഏത് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടതാണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം. അത് ഏത് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടതാണ്? ഗോത്ര ഇൻസിഡന്റ്. പക്ഷെ നാനാവതി കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ഗോത്ര ഇൻസിഡന്റും ഉണ്ട്, ഗുജറാത്ത് റയോട്ടും ഉണ്ട്, അല്ലെ? യെസ്. അപ്പൊ ഇവിടെ നമുക്കിനി വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗോത്ര ഇൻസിഡന്റ് നടക്കുമ്പോൾ ആരായിരുന്നു റെയിൽവേ മന്ത്രി? നിതീഷ് കുമാർ ആയിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. കാര്യം ഈ സമയത്ത് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ നരേന്ദ്രമോദി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, വളരെ പോപ്പുലർ ആണ്. അപ്പൊ ആ ഒരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട, ചോദിക്കത്തില്ല. വളരെ ഈസി ക്വസ്റ്റൻ ആയിരിക്കും അത്. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരിക്കും, പ്രത്യേകിച്ച് റെയിൽവേ മിനിസ്റ്ററിന്റെ ചോദ്യം. ഇത് പല പരീക്ഷകൾ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു പരീക്ഷയിൽ ചോദിച്ചത് AB വാജ്പേയിയുടെ സമയത്ത് ആരായിരുന്നു റെയിൽവേ മിനിസ്റ്റർ? ആ കൂട്ടത്തിൽ നിതീഷ് കുമാർ അല്ല, മമതാ ബാനർജി ഉണ്ടായിരുന്നു. അപ്പൊ മമതാ ബാനർജിയാണ് അവിടെ ഉത്തരവായിട്ട് വരുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നിതീഷ് കുമാർ ആണെന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ ഇത്രയും ഡേറ്റ, ഫാക്ച്വൽ ഡേറ്റ നിങ്ങളുടെ മനസ്സിലിരിക്കണം. നമ്മുടെ ബിപിൻ ചന്ദ്രയുടെ പുസ്തകത്തിലും ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സ്പെക്ട്രത്തിലും ഒക്കെ ഇന്ത്യയുടെ വർഗീയത, അതായത് എവല്യൂഷൻ ഓഫ് കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ, വർഗീയത എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നത് എന്നുള്ള ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് അതൊരു വീഡിയോ ചെയ്യാം. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഒരു ബ്യൂറോക്രാറ്റിക് മൈൻഡിൽ തന്നെ നിങ്ങൾ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യണം. ഭാവിയിൽ ഉദ്യോഗസ്ഥ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കാണ് ഈ വർഗീയതയെ തുടച്ചു നീക്കാൻ വലിയൊരു റോൾ ഉള്ളത്. അപ്പൊ ഇത്രയും കണ്ടന്റ് പഠിക്കുന്നതിനോടൊപ്പം ഇതിന്റെ ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് നിങ്ങളുടെ മനസ്സിൽ വേണം. ബിക്കോസ് നമുക്ക് KS പോലുള്ള പരീക്ഷയിൽ ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കാം, എന്താണ് ഇന്ത്യയിൽ വർഗീയത വളരാനുള്ള കാരണം, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. ഭാവി ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ വാട്ട് ക്യാൻ യു ഡു ടു എലിമിനേറ്റ് ദിസ് കമ്മ്യൂണൽ സെന്റിമെന്റ്സ്? വർഗീയതയെ തുടച്ചു നിൽക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? കമന്റ് സെക്ഷനിൽ പറയാട്ടോ. സോ എക്സാം പെർസ്പെക്റ്റീവ് ഇതൊക്കെ തന്നെ പഠിക്കുക. ഇങ്ങനെ ഞങ്ങളുടെ KAS അടക്കമുള്ള ബാച്ചസ് അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചസ് അവൈലബിൾ ആണ്. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ പുതിയ പാറ്റേണിൽ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കാനായി ഞങ്ങളുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. കമന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. ബൈ.